നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനുകളിൽ UDF നടത്തിയ മുന്നേറ്റം രാഷ്ട്രീയ നിരീക്ഷകരെ അമ്പരപ്പിക്കുന്നതാണ്. 6 കോർപ്പറേഷനുകളിൽ 4 കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണി ഭരണമുറപ്പിച്ചു. കഴിഞ്ഞ തവണ കണ്ണൂരിൽ മാത്രമായിരുന്നു UDFന് ഭരണമുണ്ടായിരുന്നത്. കൊല്ലം, തൃശൂർ കോർപ്പറേഷനുകളിൽ പോലും UDFിൻ്റേത് വൻ മുന്നേറ്റമാണ്. 6 കോർപ്പറേഷനുകളിൽ ഒരിടത്ത് മാത്രമാണ് LDF ഭരണം നിലനിർത്താൻ സാധ്യതയുള്ളത്. തിരുവനന്തപുരത്ത് NDA ഭരണം ഏറെക്കുറെ ഉറപ്പിച്ചു. കേവല ഭൂരിപക്ഷത്തിന് ഒരൊറ്റ സീറ്റിന്റെ കുറവ് മാത്രം. കോഴിക്കോട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ LDFന് ഭൂരിപക്ഷത്തിന് 4 സീറ്റിന്റെ കുറവുണ്ട്. ഇവിടെയും UDF ശക്തമായ വെല്ലുവിളി ഉയർത്തി. കോർപ്പറേഷനുകൾ പിടിക്കാൻ ഉറച്ച് കോൺഗ്രസ് ഒരുക്കിയ രാഷ്ട്രീയ സംഘടനാ തന്ത്രങ്ങളുടെ വിജയം കൂടിയാണ് ഈ ഫലത്തിൽ പ്രതിഫലിക്കുന്നത്. കഴിഞ്ഞ വർഷം വയനാട്ടിൽ നടന്ന KPCC എക്സിക്യൂട്ടീവ് ക്യാമ്പിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവതരിപ്പിച്ച മിഷൻ 2025 നയരേഖ ആധാരമാക്കിയാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. മിഷൻ 2025 പ്രകാരം കോർപ്പറേഷനുകളുടെ ചുമതല മുതിർന്ന നേതാക്കൾക്ക് നേരിട്ട് നൽകി. മുൻ KPCC പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ തിരഞ്ഞെടുപ്പ് മേൽനോട്ടത്തിനിറങ്ങി. കണ്ണൂരിൽ അന്നത്തെ KPCC അധ്യക്ഷൻ K സുധാകരനും, കോഴിക്കോട് രമേശ് ചെന്നിത്തലയ്ക്കും, തിരുവനന്തപുരത്ത് K മുരളീധരനും, എറണാകുളത്ത് VD സതീശനും, തൃശൂരിൽ റോജി M ജോണിനും, കൊല്ലത്ത് PC വിഷ്ണുനാഥിനും ചുമതല നൽകി. തിരുവനന്തപുരത്ത് ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസ് മുന്നണികളെ ഞെട്ടിച്ചു. ഭരണം പിടിക്കാൻ തന്നെയാണ് തങ്ങൾ ഇറങ്ങുന്നതെന്ന സന്ദേശം നൽകാനായി മുൻ MLA ആയിരുന്ന KS ശബരിനാഥിനെ പോലെയുള്ള പ്രമുഖ നേതാവിനെ തന്നെ മത്സരത്തിലിറക്കി. LDF BJP ദ്വന്ദ്വത്തിലേക്ക് മാറിയ കോർപ്പറേഷനിൽ ഈ നീക്കം ശ്രദ്ധ പിടിച്ചുപറ്റി. തിരുവനന്തപുരത്തിന് പിന്നാലെ കൊല്ലത്തും തിരഞ്ഞെടുപ്പിന് മുമ്പേ സ്ഥാനാർത്ഥികളെ അണിനിരത്തി. കൊച്ചി കോർപ്പറേഷനിലും തൃശൂരിലും കടുത്ത പോരാട്ടത്തിന് കളമൊരുക്കി. കണ്ണൂരിൽ CPM വാർഡുകൾ പിടിക്കാൻ റിജിൽ മാക്കുറ്റിയെ പോലെയുള്ള യുവ നേതാക്കളെ ഇറക്കി. സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിൽ പതിവ് തർക്കങ്ങൾ കുറവായിരുന്നതും ഘടകകക്ഷികളുമായി ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കിയതും UDFന് നേട്ടമായി. ബത്തേരിയിൽ ചേർന്ന KPCC എക്സിക്യൂട്ടീവ് ക്യാമ്പിൽ മുകളിൽ നിന്ന് സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കുന്ന പതിവ് വേണ്ടെന്ന് ആദ്യമേ തീരുമാനമെടുത്തതും നേട്ടമായി. രാഷ്ട്രീയ വോട്ടുകൾ കൂടി നിർണ്ണയിക്കുന്ന കോർപ്പറേഷനുകളിൽ ശക്തമായ സർക്കാർ വിരുദ്ധ പ്രചാരണം വോട്ടർമാർ ഏറ്റെടുത്തു. തിരഞ്ഞെടുപ്പിനോടടുത്ത് രാഹുൽ മാങ്കുടത്തിൽ MLAയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പോലും കാര്യമായ പരിക്കുണ്ടാക്കിയില്ലെന്ന് വേണം കരുതാൻ. KPCC പ്രസിഡന്റായി രമേശ് ചെന്നിത്തല ഇരുന്ന 2010 UDF തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും വലിയ വിജയം നേടിയത്. ആ തിരഞ്ഞെടുപ്പിൽ 59 നഗരസഭകളിൽ 39 ഇടത്തും 8 ജില്ലാ പഞ്ചായത്തുകളിലും 582 ഗ്രാമപഞ്ചായത്തുകളിലും UDF വിജയിച്ചു. എന്നാൽ 2020 കണ്ണൂരിലൊഴികെ ഒരു കോർപ്പറേഷനിലും ഭരണം ലഭിക്കാതെ UDF വലിയ തിരിച്ചടി നേരിട്ടു. തുടർച്ചയായ 2ാം തവണയും പ്രതിപക്ഷത്ത് തുടരേണ്ടി വന്ന കോൺഗ്രസ് നിലവിലെ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിറങ്ങാനുള്ള ആത്മവിശ്വാസം നൽകുന്നു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും അടങ്ങുന്ന ടീം KPCCക്ക് ശക്തമായി നേതൃനിര നൽകാൻ സാധിച്ചു എന്നതിന്റെ പ്രതിഫലനം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്തെ കോൺഗ്രസിൽ നിർണായകമായ നേതൃമാറ്റങ്ങളുണ്ടായി. രമേശ് ചെന്നിത്തലയെ ഔദ്യോഗിക നേതൃത്വത്തിൽ നിന്ന് മാറ്റുകയും ഉമ്മൻചാണ്ടിയുടെ വിയോഗം സംഭവിക്കുകയും ചെയ്തതോടെ പാർട്ടിയിൽ വലിയ ശൂന്യതയുണ്ടായി. അടുത്തിടെയുണ്ടായ വിവിധ വിവാദങ്ങൾക്ക് കാരണം ശക്തമായ നേതൃത്വമില്ലാത്തതും ഗ്രൂപ്പുകൾ ചിതറിപ്പോയതുമാണെന്ന് കോൺഗ്രസ് നിരീക്ഷകർ വിമർശിച്ചിരുന്നു. എന്നാൽ ഈ വിമർശനങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ടാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും നിലകൊണ്ടത്. വർക്കിംഗ് പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ള ഒരു നിര ഇവരോടൊപ്പം ടീം KPCCയായി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിറങ്ങാനുള്ള വലിയ ആത്മവിശ്വാസവും ഇതോടെ കോൺഗ്രസിനും UDFനും ലഭിക്കുകയാണ്.